എനിക്കിന്നലെ ഒരു പെന്തക്കോസ്ത് വിവാഹത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരം കിട്ടി. മറ്റ് ക്രൈസ്തവ സഭകളുടെ വിവാഹ കൂതാശ പോലെയല്ല പെന്തക്കോസ്തുകാരുടെ വിവാഹം. നമ്മളെ ഇരുത്തി ബോറടിപ്പിക്കും. പാസ്റ്റർമാരുടെ സുവിശേഷ പ്രസംഗം കേട്ട് കോട്ടുവായിടും. ഓരോ പാസ്റ്റർമാരും മത്സരിച്ചാണ് പ്രസംഗിക്കുന്നത്. കൺവെൻഷൻ പ്രസംഗം പോലെ പലരും കളിയാക്കി പറയും പ്രസംഗത്തിന്റെ നീളം കൂട്ടുന്നത് കവറിന്റെ കനം കൂട്ടാനെന്നാണ്. തമാശയാണ്. പെന്തക്കോസ്ത് സഭകളിൽ വിവാഹ ശുശ്രൂഷകൾ ആത്മീയതയും ശോഭയും ഒരുപോലെ നിലനിർത്തേണ്ട വിശുദ്ധമായ ഒരു ശുശ്രൂഷയാണ്. ഒരു സംശയം വേണ്ട. അത് ഈ പെന്തക്കോസ്ത് സഭയിൽ എന്നുള്ള അല്ല, എല്ലാ സഭകളിലെയും വിവാഹ ശുശ്രൂഷകൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പാസ്റ്റർമാരുടെ കവല പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. എന്തോ ഒരു പ്രസംഗം മണിക്കൂറുകളോളം നീട്ടി പോകുന്നത്. സമയക്രമം വളരെ പ്രധാനം. വിവാഹ ശുശ്രൂഷ രാവിലെ 11 മണിക്ക് ആരംഭിച്ച് പരമാവധി 12:30 ഉള്ളിൽ സമാപിക്കാൻ ശ്രദ്ധിച്ചാൽ അതെല്ലാവർക്കും സന്തോഷവും മനോഹരവുമാകും. വിവാഹം ഒരു ആത്മീയ ശുശ്രൂഷയായിരിക്കുമ്പോൾ തന്നെ അത് സമയബന്ധിതവും ക്രമബന്ധിതവുമായിരിക്കണം. പരമാവധി 1.5 മണിക്കൂറിനുള്ളിൽ ശുശ്രൂഷ പൂർത്തിയാകുന്നത് ഏറ്റവും ഉചിതമാണ്. ക്രൈസ്തവ സഭകളിൽ മറ്റ് ഒരിടത്തും 1 മണിക്കൂറിൽ കൂടുതൽ വിവാഹ ശുശ്രൂഷയില്ല. ഇന്നത്തെ വിവാഹങ്ങളിൽ പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് നല്ല കാര്യമാണ്. എന്നാൽ പാട്ടുകളുടെ തെരഞ്ഞെടുപ്പിലും അവതരണത്തിലും ശ്രദ്ധ ആവശ്യമാണ്. മിക്കവാറും എല്ലാ വിവാഹങ്ങളിലും ഒരേ പാട്ടുകൾ തന്നെ കേൾക്കാം. ഏത് ടീം പാടിയാലും ആവർത്തിച്ച് കേൾക്കേണ്ടി വരുന്നത് ഒരു മടുപ്പുണ്ടാക്കും. പാട്ടുകൾ മാറി മാറി പരീക്ഷിക്കുന്നതും വിവാഹ ശുശ്രൂഷയ്ക്കായി പ്രത്യേക അനുയോജ്യമായ പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ പാട്ടുകളുടെ ദൈർഘ്യവും പരിമിതപ്പെടുത്തുന്നത് സമയം ലാഭിക്കാൻ, ശുശ്രൂഷയെ കൂടുതൽ മനോഹരമാക്കാനും സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസംഗവും ആവർത്തന വിരസത ഉണ്ടാക്കുന്നു. ചില വിവാഹങ്ങളിൽ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരാൾ, ആൺകുട്ടിയുടെ ഭാഗത്തു നിന്നും മറ്റൊരാൾ എന്നിങ്ങനെ 2-3 പേർ പ്രസംഗിക്കുകയും അവസാനം വിവാഹ ശുശ്രൂഷ നടത്തുന്ന ദേവദാസൻ വീണ്ടും പ്രസംഗിക്കുകയും ചെയ്യുന്നത് തീർത്തും ബോറടിപ്പിക്കും, മുഷിപ്പിക്കും, ആളുകളെ ഇരുത്തി മുഷിപ്പിക്കും. ഒരാൾ വചന ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടത്തുന്ന ദേവദാസൻ തന്നെ വചന ശുശ്രൂഷ ചെയ്ത് വിവാഹം ആശീർവദിക്കുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള രീതി. അല്ലെങ്കിൽ ഒരാൾ മാത്രം ഏകദേശം 20-30 മിനിറ്റ് സമയമെടുത്ത് വചന ശുശ്രൂഷ നൽകുന്നതാണ് നല്ലത്. അപ്പോൾ പ്രസംഗിച്ചില്ലെങ്കിൽ ദേവദാസന്മാർക്ക് റോളില്ലാതെ വരും, സ്തോത്രാഴ്ച കിട്ടാതെ വരുമോ എന്നൊക്കെ ആശങ്കയുണ്ടാകും. ഒരിക്കലുമില്ല. അതങ്ങനെ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. വിവാഹവേദി കൗൺസിലിംഗ് പ്രസംഗം നടത്തേണ്ട സ്ഥലമല്ലെന്ന ബോധ്യം പാസ്റ്റർമാർക്കുണ്ടാകണം. ദാമ്പത്യ ഉപദേശങ്ങളും വ്യക്തിപരമായ നിർദ്ദേശങ്ങളും ഒക്കെ പ്രാദേശിക സഭകൾ വിവാഹത്തിന് മുമ്പേ നടത്തേണ്ട ഒരു കാര്യങ്ങളാണ്. അതിനാണ് ഈ കൗൺസിലിംഗ് ഒക്കെ വെക്കേണ്ടത്. വിവാഹവേദിയിൽ ആവശ്യമില്ലാത്ത ഉപദേശ ഭാഷണങ്ങൾ മാന്യമായ സദസ്സിനെ മുഷിപ്പിക്കും. സുവിശേഷ പ്രഖ്യാപനം തെറ്റല്ല. എന്നാൽ വ്യക്തിപരമായ സുവിശേഷീകരണം വിവാഹവേദിക്ക് പുറത്താണ് അനുയോജ്യം. വിവാഹം ഒരു കൺവെൻഷനോ പരസ്യയോഗമോ അല്ലെങ്കിൽ മാസയോഗമോ സഭായോഗമോ ഒന്നുമല്ല. ഈ യാഥാർത്ഥ്യം വചന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ പ്രത്യേകം മനസ്സിലാക്കണം. വിവാഹ ശുശ്രൂഷയിൽ ആത്മീയ ഗൗരവവും ലാളിത്യവും ഒരുപോലെ നിലനിൽക്കണം. സമയം പാലിക്കുന്നതും ആവർത്തനങ്ങൾ ഒഴിവാക്കുന്നതും ഒരാൾ മുഖ്യമായി വചന ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്നതും ശുശ്രൂഷയെ കൂടുതൽ ഭംഗിയുള്ളതാക്കും. വിവാഹത്തിന് ശേഷമുള്ള ക്രമീകരണങ്ങളിലും ശ്രദ്ധ ആവശ്യമാണ്. ഡ്രസ്സ് മാറ്റാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഏറെ സമയമെടുത്ത് ഭക്ഷണക്രമം നീട്ടുന്നത് ശരിയായ പ്രവണതയല്ല. വിവാഹം കാണാൻ എത്തിയവരുടെ ആഗ്രഹം വധുവിനെയും വരനെയും സ്റ്റേജിൽ കാണുകയും ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും തുടർന്ന് ഭക്ഷണം കഴിക്കുകയുമാണ്. പെന്തക്കോസ്ത് വിവാഹങ്ങൾ ആത്മീയതയിലും സൗന്ദര്യത്തിലും ക്രമത്തിലും മാതൃകയാകണം.